റഷ്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധവും വികസിപ്പിക്കുന്നതിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പുരസ്കാരം നൽകിയത്. റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് പുടിൻ മോദിക്ക് സമ്മാനിച്ചത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് റഷ്യ ഈ ബഹുമതി സമ്മാനിക്കുന്നത്. 2019 പ്രഖ്യാപിച്ച പുരസ്കാരമാണ് ഇപ്പോൾ പുടിൻ മോദിക്ക് സമ്മാനിച്ചത്. 1698 സെന്റ് ആൻഡ്രൂവിന്റെ പേരിലുള്ള ബഹുമതി റഷ്യ നൽകി തുടങ്ങിയത്. സിവിലിയന്മാർ അല്ലെങ്കിൽ സൈനിക മേഖലയിലെ വ്യക്തികൾക്കാണ് ഈ പദവി നൽകുന്നത്. തനിക്ക് ലഭിച്ച അംഗീകാരം ഇന്ത്യക്ക് ആകെ ലഭിച്ചതാണെന്ന് മോദി പ്രതികരിച്ചു. ഈ പുരസ്കാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സവിശേഷവും വിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ പുരസ്കാരം, മോദി പറഞ്ഞു. റഷ്യയുടെ പരമോന്നത പുരസ്കാരം നൽകി ആദരിച്ചതിന് റഷ്യൻ പ്രസിഡന്റിനോട് ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഈ ബഹുമതി എന്റേത് മാത്രമല്ല, 140 കോടി ജനതയുടെ ബഹുമതിയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഗാധമായ സൗഹൃദത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമതിയാണ് ഇത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടുകളായി നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം നിലനിൽക്കുന്നു. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ അടിത്തറ ആളുകൾ തമ്മിലുള്ള പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ പ്രധാനമാണ്. ഇന്നത്തെ ആഗോള അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും റഷ്യയും പങ്കാളിത്തം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ആഗോള സ്ഥിരതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തണം. വരും കാലങ്ങളിൽ ഞങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. യേശുവിന്റെ അപ്പസ്തോലനായ വിശുദ്ധ ആൻഡ്രൂവിന്റെ ബഹുമാനാർത്ഥം 1698 മഹാനായ സർ പീറ്റർ സ്ഥാപിച്ച റഷ്യയിലെ പരമോന്നത ധീരതയാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ. സിവിലിയന്മാർ അല്ലെങ്കിൽ സൈനിക മേഖലയിലെ ഏറ്റവും ധീരന്മാരായ വ്യക്തികൾക്കാണ് ഈ പദവി നൽകുന്നത്. എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ക്രൂശിക്കപ്പെട്ട അപ്പസ്തോലൻ ചിത്രമുള്ള ഒരു സ്വർണ്ണ കുരിശാണ് ബാഡ്ജ്. നീല നിറത്തിലുള്ള സാഷ്, സെന്റ് ആൻഡ്രൂവിന്റെ കുരിശ്, ഒരു നക്ഷത്രം എന്നിവ ഉൾപ്പെടുന്നതാണ് മാല രൂപത്തിലുള്ള ബാഡ്ജ്. 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് ഈ പുരസ്കാരം നിർത്തിവച്ചിരുന്നു. പിന്നീട് സോവിയറ്റ് കാലഘട്ടത്തിൽ ഇത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. തുടർന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ പരമോന്നത സമ്മാനമായി തീർന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.